ബാംഗ്ലൂരുവിൽ കനത്ത മഴയിൽ ആശുപത്രി മതിലിടിഞ്ഞു വീണ അപകടം. മതിലിടിഞ്ഞു വീണ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. കേരളത്തിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ കുടുംബശ്രീ സംഘത്തിലെ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. വേനൽച്ചൂടിന് ആശ്വാസമായി എത്തിയ മഴ ബംഗളൂരു നഗരത്തിൽ ദുരന്തമായി മാറി. ഇന്നലെ വൈകിട്ട് നഗരത്തിൽ വീശിയടിച്ച കാറ്റിലും മഴയിലുമാണ് അപകടം നടന്നത്. ശിവാജി നഗറിലെ ബൗറിംഗ് ആശുപത്രിയുടെ ചുറ്റുമതിൽ തകർന്നാണ് മലയാളികളടക്കം മരിച്ചത്. 2 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പരിക്കേറ്റ നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നഗരത്തിലെ തിരക്കേറിയ പ്രദേശത്താണ് അപകടം നടന്നത്. ബൗറിംഗ് ആശുപത്രിയുടെ വർഷങ്ങൾ പഴക്കമുള്ള മതിലാണ് ഇടിഞ്ഞത്. റോഡരികിൽ കച്ചവടം നടത്തുന്ന തെരുവ് വ്യാപാരികളും കാൽനട യാത്രക്കാരുമാണ് അപകടത്തിൽപ്പെട്ടത്. മഴ ശക്തമായതോടെ കച്ചവടക്കാരും യാത്രക്കാരും പഴയ മതിലിന് സമീപം വലിച്ചുകെട്ടിയ ടാർപോളിൻ ഷീറ്റിനടിയിൽ മഴ മാറാൻ കയറി നിന്നു. കാറ്റും മഴയും അപ്രതീക്ഷിതമായി കൂടിയതോടെ കൂടുതൽ ആളുകൾ ഇവിടെ കൂടിക്കയറുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ആശുപത്രിയുടെ മതിൽ ഒന്നിച്ച് ഇവർക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീണു. കേരളത്തിൽ നിന്നെത്തിയ 56 അംഗ സംഘത്തിലെ 3 സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമൃതം പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ 8 അടി ഉയരമുള്ള മതിലാണ് ഇടിഞ്ഞു വീണത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും വാഹനയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മതിലിന്റെ വലിയ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ അതിസാഹസികമായി പുറത്തെടുത്തു. തിരക്കേറിയ സമയമായതിനാൽ അപകടസ്ഥലത്ത് കൂടുതൽ പേർ ഉണ്ടായിരുന്നതായി സംശയമുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചു. അപകടത്തിൽ കർണാടക സർക്കാർ പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഴ കനത്തതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിമിർത്തുപെയ്ത മഴയിൽ വ്യാപകമായ നാശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് ശേഷാദ്രിപുരം മല്ലേശ്വരം റോഡ് താൽക്കാലികമായി അടച്ചു. ചുഴലിക്കാറ്റിന് സമാനമായി ആഞ്ഞടിച്ച കാറ്റിൽ പലയിടത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നഗരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. പെട്ടെന്നാണ് കനത്ത മഴ പെയ്തത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.